വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. അശ്ലീല പ്രചാരണം നടത്തുന്നത് UDF ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. KK ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല, UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. ആരോഗ്യകരമായ പ്രചാരണ രീതിയാണ് തെരഞ്ഞെടുപ്പിൽ വേണ്ടതെന്നും എല്ലാവരും സംയമനം പാലിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ് നല്ലത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനകത്ത് അപ്പോൾ അതെല്ലാവരും സംയമനം പാലിച്ച് നല്ല നിലയിൽ പോവുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒറ്റ ചർച്ചയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തിനെ ഭേദിക്കോ, ആ റെക്കോർഡ് തിരുത്തുമോ, 4 5 ആവുമോ? സൈബർ ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും UDF സ്ഥാനാർത്ഥിയുടെ അറിവോടെയല്ല പ്രചാരണം നടക്കുന്നതെന്നും KK രമ പ്രതികരിച്ചു. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. അതിനിടെ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, എത്ര നീചമായ സൈബർ ആക്രമണമാണ് ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. നുണപ്രചാരണം നടത്തുകയാണ് ടീച്ചർ എന്ന്. ഈ പ്രക്രിയയെ അപലപിക്കുന്നതിന് പകരമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നിർഭാഗ്യകരമാണ് എന്നതിൽ തർക്കമില്ല. ഇത് ഏത് തരത്തിലേക്കാണ് ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയം കൂടിയായി മാറുന്നത്? ഒപ്പം നടപടി ഉണ്ടായിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഒരാൾക്കെതിരെയാണോ നടപടി? അനുജ, നിലവിൽ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ന്യൂമാഹിയിൽ സ്വദേശിക്കെതിരെയാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പരാതിയിൽ മേൽ കേസെടുത്തിട്ടുള്ളത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. വ്യക്തിഹത്യ എന്ന ആരോപണം അത് വലിയ രീതിയിൽ വടകരയിൽ ചർച്ചയാകുന്നു. വടകരയിൽ മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി വളരെ വൈകാരികമായിട്ടായിരുന്നു LDF സ്ഥാനാർത്ഥി KK ശൈലജ പ്രതികരിച്ചത്. അതിന് പിന്നാലെയാണ് നവമാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ KK ശൈലജയുടെ ഈ ഒരു വാർത്താ സമ്മേളനവും ഒക്കെ വൈകാരികമായി സംസാരിച്ചതും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വടകരയിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ വടകരയിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും ഇത് ചർച്ചയാകുന്നു. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നു LDF. ഈ ഒരു സമയത്താണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ന് 2 വനിതാ MLAമാർ വാർത്താ സമ്മേളനം നടത്തിയത്. അവർ വാർത്താ സമ്മേളനം നടത്തി KK ശൈലജയ്ക്കെതിരായ ഇത്തരമുള്ള വ്യക്തിഹത്യ അംഗീകരിക്കാൻ കഴിയില്ല. സ്ത്രീ എന്ന നിലയിൽ KK ശൈലജയ്ക്കൊപ്പമാണ് തങ്ങളുള്ളത്. അതേസമയം തന്നെ UDFന് ഇതിൽ, ഷാഫി പറമ്പിലിനോ അല്ലെങ്കിൽ UDFന്റെയോ കോൺഗ്രസിന്റെ നേതാക്കൾക്കോ ഇതിൽ യാതൊരു പങ്കുമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ, അതായത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി, നിലവിലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരു ഗൂഢമായ ഒരു ശ്രമം CPM കേന്ദ്രങ്ങളിൽ നിന്നും നടത്തുന്നു എന്ന ഒരു ആരോപണം കൂടി KK രമ ഇന്ന് ഉന്നയിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദൻ്റെ പ്രതികരണമാണ്. ഇത്തരത്തിൽ അശ്ലീലമായ ഒരു ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു സ്ഥലത്ത് അശ്ലീലമായ പരാമർശങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നിനിയിപ്പോൾ വടകരയിൽ സംഭവിക്കാനുള്ളത്, സീതാറാം യെച്ചൂരി വടകരയിൽ വരുന്നുണ്ട്.
വൈകിട്ട് 5 മണിയോടെയാണ് സീതാറാം യെച്ചൂരി എത്തുന്നത്. LDFന്റെ റാലിക്ക് KK ശൈലജയുടെ പ്രചരണത്തിനായാണ് എത്തുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു വിഷയം തന്നെയായിരിക്കും ഇവിടെ ഇന്ന് ഒരു പ്രസംഗത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തുക എന്നത് തന്നെയാണ് സൂചന. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മിഥില തുടരണം. നേരത്തെ VD സതീശൻ പറഞ്ഞത് നുണപ്രചാരണം നടത്തുകയാണ് ശൈലജ ടീച്ചർ എന്നുള്ളതാണ്. അതിന് മറുപടിയുമായി KK ശൈലജ തന്നെ രംഗത്തെത്തി. വ്യക്തിഹത്യാരോപണം ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല, പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം. വ്യക്തിഹത്യ നടത്തുന്നത് നുണബോംബാണെന്ന ആരോപണത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്നും KK ശൈലജ പറഞ്ഞു. ഞാനിങ്ങനെ പരത്തി എന്തെങ്കിലും ആകെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് ഇരുട്ടിൽ തപ്പി പറഞ്ഞതല്ല. ഞാൻ ഇവരെല്ലാം ഒരുപാട് ബഹുമാനിച്ചുകൊണ്ടേ ഞാൻ എപ്പോഴും സംസാരിക്കാറും പറയാറുള്ളൂ. പ്രതിപക്ഷ നേതാവായാലും മുൻ പ്രതിപക്ഷ നേതാവായാലും ഒക്കെ അവർ എപ്പോഴെങ്കിലും പറയട്ടെ, അവരെല്ലാം അധിക്ഷേപിച്ച് അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ ശരിയായ രീതി. പിന്നെ അദ്ദേഹം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ എല്ലാവരും, എല്ലാ പാർട്ടിയിലുള്ളവർ മനസ്സിലായി. എനിക്ക് ചെറിയ പ്രയാസം, ചെറുതല്ല, നല്ല പ്രയാസം തോന്നി. മിഥില തുടരുന്നുണ്ട്. മിഥില, ഇപ്പോൾ ഇതിൽ ശൈലജ ടീച്ചറുടെ മറുപടി എങ്ങനെയാണ്? അതിൽ ഇനിയിപ്പോൾ കൂടുതൽ മറുപടിയിലേക്ക് പോകുന്നതിൽ കാര്യമില്ല, ഇത് ജനങ്ങൾ അതിന് മറുപടി നൽകും എന്ന നിലപാടാണോ ടീച്ചർ സ്വീകരിച്ചത്? തീർച്ചയായും അനുജ, അത്തരമൊരു നിലപാട് തന്നെയാണ് KK ശൈലജ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് ഈ നുണബോംബ് എന്ന ആരോപണത്തിന്, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടിയില്ല. താൻ എന്താണ്, തൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നത് ജനത്തിനറിയാം. ജനങ്ങൾ അല്ലെങ്കിൽ വടകരയിലെ വോട്ടർമാർ അതിന് മറുപടി നൽകും. മറ്റൊരു കാര്യം VD സതീശൻ ഇന്ന് പറഞ്ഞത്, KK ശൈലജ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊണ്ടയിടറി സംസാരിച്ചു, വൈകാരികമായി പ്രതികരിച്ചു എന്നൊക്കെയായിരുന്നു. അതിനും കൃത്യമായ ഒരു മറുപടി KK ശൈലജ പറയുന്നുണ്ട്. തനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല, താൻ വൈകാരികമായിട്ടാണ് അവിടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നുണ പ്രചരണങ്ങൾ അല്ലെങ്കിൽ നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വൈകാരികമായി തനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. എല്ലാത്തിനും മറുപടി ജനം പറയും എന്ന ഒരു മറുപടിയാണ് KK ശൈലജ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്നും അനൂജ പറഞ്ഞതുപോലെ തന്നെയുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ആർക്കും മറുപടി പറയാനില്ല, ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ജനങ്ങൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്, വോട്ടർമാർ ഇതിന് കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് KK ശൈലജ പറഞ്ഞു വെക്കുന്നത്. വ്യക്തിഹത്യ ആരോപണം നുണബോംബ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലാണ് മറുപടിയുമായി ശൈലജ ടീച്ചർ രംഗത്തെത്തിയത്. കുറച്ചുകൂടി കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കണം പ്രതിപക്ഷ നേതാവ്, ഇതിന് കൂടുതൽ മറുപടി പറയാനില്ല, ജനങ്ങൾ അതിന് മറുപടി നൽകും എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്.